അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിന്, പത്തിരിക്ക്, അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. രണ്ടാമത്തെ ഗ്ലാസ് വറുത്ത പച്ചരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഗ്ലാസിന്റെ അളവിലാണ് മാവ് അളന്നെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഗ്ലാസ് ചായ കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിൽ വേണമെന്നുണ്ടെങ്കിൽ അതിലും അളന്നിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഉപ്പും മാവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് ചിരകിയെടുത്ത തേങ്ങയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിച്ച് എടുത്തിട്ടുള്ള 1-ാം പാലാണ്. 1-ാം പാലും പിന്നീട് നമ്മൾ വീണ്ടും തേങ്ങ പിഴിഞ്ഞെടുത്ത ആ തേങ്ങാക്കൊത്ത് വീണ്ടും 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളത്തിലും ഇത് ചെയ്തിട്ടെടുക്കാം. തേങ്ങാപ്പാലാവുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ 3 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങാപ്പാൽ ഇല്ല എങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാപ്പാലിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പൊ മാവ് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ആ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഈ ഒരു പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. പിന്നെ നമ്മൾ കലക്കിയെടുത്ത മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. മാവ് മുഴുവനും പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ. കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്ന ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൈ വേദനിക്കാതെ, കൈ പൊള്ളാതെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മാവ് ഒഴിച്ച് കിണ്ടിയെടുക്കുന്ന മാവ് നമ്മൾ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ലതുപോലെ ചൂടായി കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. എല്ലാം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ആ കട്ടകളെല്ലാം മാറിക്കോളും. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടിയിൽ ചെയ്തിട്ട് നോക്കുക. ഇതുപോലെ കട്ടയായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു സമയം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ മാവ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് ഇട്ട് വരുന്നത് വരെ ആണ് ഇളക്കേണ്ടത്. ഈ മാവ് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ മാവ് ബൗളിലേക്ക് മാറ്റാം. ഇനി മാവ് ചൂട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇനി ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയോ ചതച്ചിടുകയോ ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ചുവ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 3-4 ഒക്കെ എടുത്താൽ മതി. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി. 1 മിനിറ്റ് ആയപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും
1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഈ പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. ഇടയ്ക്ക് 1 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 6 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടയിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളച്ച് പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ട് ഇതാ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ലോണം കുറുകിയൊക്കെ ഇരിപ്പുണ്ട്. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു സമയം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നല്ല കുറുകിയ സൂപ്പർ ടേസ്റ്റുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിന്റെ കൂടെ മാത്രമല്ല എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത പച്ചരിപ്പൊടി തന്നെയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ദോശയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിന് വേണം മാവ് കലക്കിയെടുക്കാൻ. ഫുൾ 3/4 ഗ്ലാസ് തേങ്ങാപ്പാലും ഇതാ ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലിന് പകരം സാധാരണ പച്ചവെള്ളം എടുത്താലും മതി. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലിൻ്റെ ഒരു കവർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം അതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ മാവ് നിറയ്ക്കുന്നത്. ഒരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് ഈ കവർ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കുക. അപ്പോൾ പകുതി മാവ് ഈ ഒരു കവറിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാവ് നിറച്ച ഈ പാൽ കവറിന്റെ ഒരറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ചെറുത് കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ടൈം കുറച്ച് വെക്കുക. ടൈം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാവിന്റെ പുറമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല. ബാക്കി പകുതി മാവ് പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാവിന്റെ പുറമൊക്കെ ഡ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മാവിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുഴച്ചടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സേവനാഴിക്കുള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് നിറച്ചു കൊടുക്കാം. മാവ് കുഴയ്ക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് സ്പൂൺ കൊണ്ട് മാവ് കോരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്ന മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാവ് ഈ സേവനാഴിക്കുള്ളിലേക്ക് ഒരു 3/4 ഭാഗത്തോളം നിറച്ചു കൊടുക്കാം. മാവ് എടുത്തതിന് ശേഷം ബാക്കി മാവ് മൂടി വെച്ച് കൊടുക്കുക. ഒരു 3/4 ഭാഗത്തോളം മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സേവനാഴിയുടെ ഈ അടപ്പിന്റെ ഒരു ഭാഗത്ത് 2 പീസ് അലുമിനിയം ഫോയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നമുക്ക് ബാലൻസ് ആയി വരില്ല. 2 ഷീറ്റ് അലുമിനിയം ഫോയിൽ എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ മാവ് ഒട്ടും തന്നെ അടപ്പിൽ ബാലൻസ് ആയി വരില്ല, ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് വാഴയിലോ അല്ലെങ്കിൽ ഇടിയപ്പത്തട്ടിലോ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. തേങ്ങ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തേങ്ങാപ്പാലല്ലേ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം കനം വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പിഴിഞ്ഞൊഴിക്കാം. അപ്പം മാവ് ഫുള്ളും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് ഈ സേവനാഴി ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ കണ്ടില്ലേ, സേവനാഴിയുടെ അടപ്പിന്റെ ഈ ഭാഗത്തിൽ മാവ് പിഴിഞ്ഞെടുക്കുമ്പോൾ കുറെ ബാലൻസ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് ബാലൻസ് ആയി ഒന്നും വന്നിട്ടില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനും പറ്റും. ഉള്ളിലൊന്നും ഒട്ടും മാവൊന്നുമില്ല, എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടിയപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തട്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിന്റെ ചെറിയ ഹോളുള്ള തട്ടുണ്ടാവുമല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി. ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇപ്പൊ ഒക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടാണ്, ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് എടുത്ത് പുറത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പം നല്ല കുറുകിതായിരിപ്പുണ്ട്. ഇത് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഇടിയപ്പമാണ്. നമ്മുടെ കയ്യിൽ ഇടിയപ്പച്ചെമ്പോ ഇടിയപ്പത്തട്ടോ സേവനാഴിയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന, ഇടിയപ്പം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഇടിയപ്പമാണ്. ഇതിന്റെ പുറത്ത് എല്ലാം ഒന്ന് ചുട്ടതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഡ്രൈ ആയി പോവും. അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പാൽ അതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പശുവും പാല്, ചെറിയ ചൂടുള്ള പശുവും പാല് ഒഴിച്ചു കൊടുത്താലും മതി. ഇടിയപ്പം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഇടിയപ്പമാണ്. നമ്മൾ ആവിയേറ്റി എടുത്ത ഇടിയപ്പമാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നൂലപ്പവും മുട്ടക്കറിയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്